ഹായ് ഹലോ, വെൽക്കം ടു ഓൾ ഇൻ വൺ ആരണ്യ. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നേ. നമ്മൾ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു കേട്ടോ. ചിക്കൻ മസാല ഒന്നും ചേർക്കാതെ ചേരുവകളെല്ലാം ചതച്ചിട്ടിട്ടാട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നേ. മസാലാസ് ഒന്നും യൂസ് ചെയ്യാത്തപ്പോൾ തന്നെ ഈ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുമോയെന്ന് സംശയത്തോടെ ആട്ടോ ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ പത്തിരിയും പഴംപൊരിയും ഈ ചിക്കൻ കറിയും കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ലാഗാക്കാതെ നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പ് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കടുകിനൊരു കമ്പനിക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം കൂട്ടിയിട്ട് ഇടാം കേട്ടോ. അതെല്ലാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേനും ചതച്ച് വെച്ച കുഞ്ഞുള്ളി, ചതച്ച വെളുത്തുള്ളി, ചതച്ച പച്ചമുളക്, ചതച്ച ഇഞ്ചി, പിന്നെ ചുട്ട് ചതച്ച തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം നന്നായിട്ട് യോജിച്ച ശേഷം നമുക്ക് ചതച്ച വത്തലമുളക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസുകൾ കൂടി ചേർക്കാം കേട്ടോ. ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ പത്തിരിയും പഴംപൊരിയും ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കണം. ആഹാ, അന്തസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.